ഇന്ന് ഞങ്ങളുടെ ഓണാട്ടുകരയിൽ ഉത്സവമാണ് കുംഭഭരണി, ചെട്ടുകുളങ്ങര കുംഭഭരണി. അതിൻ്റെ മുന്നോടിയായിട്ട് ഭീമനെയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. അവിടെ ഭീമന് കൊല കെട്ടുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വിശേഷപ്പെട്ട വഴിപാടാണ്. ദാരിദ്ര്യം മാറുവാനും അതുപോലെ വീട്ടിലെപ്പോഴും സമൃദ്ധിയും, പിന്നെ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കും ഇവിടെ കൊല കെട്ടിക്കഴിഞ്ഞാൽ എന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ശരിയാണ് താനും. ചേട്ടന് കയറി കൊല കെട്ടി താഴേക്ക് ഇറങ്ങി ഞങ്ങളെല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഈ വർഷം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തടസ്സമില്ലാതെ അത് നടന്നു കിട്ടി. പിന്നീട് നമ്മൾ കാണിക്കയിടും ഭീമസേനന്. അത് കഴിഞ്ഞ് ധാരാളം ആൾക്കാരാണ് അവിടെ കാണിക്കയിടാനും പിന്നെ അതുപോലെ കൊല കെട്ടാനും ഒക്കെ വന്നിരിക്കുന്നത്. ഭക്ഷണപ്രിയനാണല്ലോ, അപ്പോൾ കൊല കെട്ടലാണ് അവിടെ പ്രധാനം. അതോടൊപ്പം ദക്ഷിണ ഇടാം എന്നുള്ളതേ ഉള്ളൂ. ഈ കെട്ടുകാഴ്ചകളെല്ലാം തന്നെ അമ്മയുടെ തിരുമുറ്റത്തേക്ക് ഇന്ന് ഉച്ചയ്ക്ക് 3:30 പതുക്കെ കൊണ്ടുപോയി കുറേ സമയം പിടിക്കും അവിടെ ചെല്ലാൻ. എല്ലാം കാഴ്ചക്കണ്ടത്തിൽ നിരത്തി വെക്കും. അപ്പോൾ ബഗനി ചോറ് കൊണ്ടുപോകുന്ന ഒരു രീതിയിലുള്ള ഒരു ശില്പമാണ് ഭീമസേനൻ്റേത്. പോത്തിനെ കാണാം സൈഡിൽ. കരയുടെ കെട്ടുകാഴ്ചയായ ഹനുമാൻ സ്വാമിയാണ് അടുത്തത്. നല്ല ശില്പചാരുതയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു രൂപമാണ്. അവിടെ സാധാരണ നമ്മൾ കൊല കെട്ടും അല്ലെങ്കിൽ പിന്നെ ദക്ഷിണ വെക്കും. ഇപ്രാവശ്യം ഞാൻ വെറ്റ, പാക്ക്, പുകയില, പിന്നെ പണം, അത്രയുമാണ് ദക്ഷിണയാണ് ഭഗവാന് വയ്ക്കുന്നത്. നമ്മളുടെ സർവ്വരോഗങ്ങളും മാറുമെന്നാണ് പറയുന്നത്. ഇവിടെ ദക്ഷിണ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വെക്കുകയും പണം മാത്രം നമ്മൾ ഭണ്ഡാരത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഭഗവാനെ തൊഴുത് നമസ്കരിച്ച് വരിക. ഒരു വർഷത്തേക്കുള്ള പോസിറ്റീവ് എനർജിയാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. ധാരാളം ആളുകൾ അവിടെ വരികയും കുലകൾ സമർപ്പിക്കുകയും ഭഗവാനെ തൊഴുത് മടങ്ങുകയും ചെയ്യുന്നു. അടുത്ത് തന്നെ പാഞ്ചാലിയുടെ ഒരു പ്രതിമയുമുണ്ട്. ഈ കാണുന്ന പേളാക്കരയുടെ കുതിരയാണ്. ഇത് ഈരേഴ വടക്കിൻ്റെ കുതിരയാണ്. ഇവിടെയാണ് കുതിരമൂട്ടിൽ കഞ്ഞി കുടിക്കാൻ ഞങ്ങൾ എല്ലാ വർഷവും പോകാറുള്ളത്. കുതിരയിൽ കാണുന്ന ഇടയ്ക്കുള്ള വീതി കുറഞ്ഞ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭഗവതിയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ശില്പം അവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ കെട്ടുകാഴ്ചകളൊക്കെ കണ്ട് മടങ്ങിയെത്തിയപ്പോഴത്തേക്ക് 11:45 വഴിയിലെല്ലാം സംഭാര വിതരണം. അന്നദാനത്തിന് പ്രശസ്തി കേട്ട ഒരു സ്ഥലമാണ് ഓണാട്ടുകര. അതുകൊണ്ട് മുക്കിന് ഈ പറഞ്ഞ പോലെ സംഭാരം, മറ്റുള്ള ശീതളപാനീയങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ എല്ലാം വിതരണമുണ്ട്. ഒരിക്കൽ നിങ്ങൾ കുത്തിയോട്ടവും കെട്ടുകാഴ്ചയും ഒക്കെ കാണാൻ വന്നെങ്കിൽ ഇതിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ദേശീയ ഉത്സവമാണ് ചെട്ടുകുളങ്ങര കുംഭഭരണി. ഓണാട്ടുകരയുടെ പ്രസിദ്ധമായ ഒരു വിശേഷം, ഇതിൽ കവിഞ്ഞൊരു വിശേഷം ഓണാട്ടുകരയ്ക്കില്ല. അമ്മയുടെ തിരുമുമ്പിൽ ഈ കെട്ടുകാഴ്ചകൾ ഒരുക്കി നാളെ രാവിലെ കാഴ്ചക്കണ്ടത്തിൽ വെച്ച് കഴിയുമ്പോൾ ഭക്തജനങ്ങൾക്ക് നിർവൃതിയാണ് അത് കണ്ട് തൊഴുമ്പോൾ അമ്മ അതിന് മുൻപിൽ വന്ന് അനുഗ്രഹിക്കുന്നത്. ആ ദൃശ്യം നമുക്ക് വളരെയധികം മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു രംഗമാണ്. ഇതാ ഇവിടെ ധാരാളം ആളുകൾ നടന്നു പോകുന്നവരുണ്ട്. കുപ്പിയിൽ സംഭാരം വാങ്ങിച്ചു കൊണ്ടുപോകാൻ ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് നടന്നു തന്നെ പോകണം. അങ്ങനെ ഞങ്ങൾ സംഭാരമൊക്കെ കുടിച്ച് വിശ്രമമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി അടുത്ത വർഷത്തെ കാത്തിരിക്കുന്നു.